അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തെരേസ. ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ദിവികാരന് ഈശോ വഴിയെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം 2021 സെപ്റ്റംബറിൽ IELTS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എക്സാമിന് മുമ്പ് ഓഗസ്റ്റിൽ അച്ഛനെ ഞാൻ വന്ന് കണ്ടിരുന്നു ഡേറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് സെപ്റ്റംബർ 23 ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പോയി തിരക്കിയപ്പം സെപ്റ്റംബർ 23 ഡേറ്റ് ഉണ്ടെന്ന് കണ്ടു. ഞാനതെടുത്തു. ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തു. ആ മാസം നടന്ന 4 എക്സാമിലെ ഏറ്റവും എളുപ്പമുള്ള എക്സാം ആയിരുന്നു സെപ്റ്റംബർ 23 എക്സാം. എനിക്ക് എൻ്റെ റിക്വയർഡ് സ്കോറിനെക്കാട്ടും കൂടുതൽ സ്കോർ നൽകി ദിവികാരന് ഈശോനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഞാനും എൻ്റെ ഫ്രണ്ട് അനറ്റും ഓസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ സ്റ്റേജിലെത്തിയപ്പോഴേക്കും ഓരോ തടസ്സങ്ങളും ഞങ്ങളുടെ മുന്നിൽ വന്നു. ആ ഓരോ സമയത്തും ഞാൻ ദിവികാരൻ്റെ ആരാധനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടുവന്ന അനുഗ്രഹം വാങ്ങിച്ചു. ഓരോ തടസ്സങ്ങളും അങ്ങനെ ഓരോന്നുമായിട്ട് നീങ്ങിപ്പോയി. ലോണിൻ്റെ കാര്യത്തിലായാലും ഏജൻസിയുടെ കാര്യത്തിലായാലും ഞാൻ ഇപ്പോൾ എടുത്ത ഏജൻസിനെ മുമ്പ് 3 ഏജൻസി മാറിയിട്ടാണ് ലാസ്റ്റ് ഏജൻസി വന്നത്. അങ്ങനെ ഈ ഏജൻസി പോകുന്നതിന് മുൻപും അച്ഛനെ കണ്ട് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, പോയി കണ്ട് പ്രാർത്ഥിക്കുക, ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. ഞാൻ മെയ് 31 വിസയ്ക്ക് വെച്ചത്. ഏകദിന കൺവെൻഷൻ്റെ സമയത്ത് ആരാധനയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. എനിക്ക് ഇന്ന് വൈകുന്നേരം 4:30 വിസ ഗ്രാൻഡായി വന്നു. സാധാരണ ഈ വിസ ഗ്രാൻഡ് ആകാൻ 30 തൊട്ട് 45 ദിവസം വരെ എടുക്കുമെന്നാണ് ഏജൻസിക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് വെറും 5 ദിവസം കൊണ്ട് വിസ ഗ്രാൻഡായി വന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അനറ്റ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിസയ്ക്ക് വെച്ചത്. അവൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ 1 സെക്കൻഡിനുള്ളിൽ തന്നെയാണ് വിസ ഗ്രാൻഡായി വന്നത്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദിവികാരന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ മൂത്ത ചേച്ചി ലറ്റീഷ ചേച്ചി UK സ്കോട്ട്ലൻഡിൽ പഠിക്കുമായിരുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് സെം എക്സാമിൽ ചേച്ചിക്ക് 2 അരിയേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണം ചേച്ചിക്ക് എക്സാം എഴുതുന്നതിന് നല്ല പേടിയായിരുന്നു. ലാസ്റ്റ് ഡിസർട്ടേഷന് ചേച്ചി വെക്കുന്നതിന് മുൻപ് അച്ഛനെ വിളിച്ച് അനുഗ്രഹം വാങ്ങിച്ചായിരുന്നു. ചേച്ചിയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. ചേച്ചി അതും ക്ലിയറായി. ചേച്ചി ഗ്രാജുവേറ്റായി. അതുപോലെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വർക്ക് പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത്ര ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ ചേട്ടനും കൊച്ചും നാട്ടിലോട്ട് വരേണ്ട അവസ്ഥയായി. ഇപ്പം ഞാനും എൻ്റെ ചാച്ചനും അമ്മയും ചേച്ചിമാരും ദിവികാരന് ആരാധനയിൽ മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ആ ഡ്യൂ ഡേറ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് ചേട്ടന് വർക്ക് പെർമിറ്റ് നൽകി ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ ചേച്ചി ആൻമരിയ UK വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ചേച്ചി കഴിഞ്ഞ ഫെബ്രുവരി മാസം 2nd സാറ്റർഡേ 10-ാം തീയതി കുറച്ച് പൈസ നാട്ടിലേക്ക് അയച്ചിരുന്നു. അത് 48 മണിക്കൂറിനുള്ളിൽ 48 ബിസിനസ് ഡേയ്സിനുള്ളിൽ നാട്ടിലെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചൊവ്വാഴ്ചയായിട്ടും അത് വന്നില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ബാങ്കിൽ എൻക്വയറി ചെയ്തപ്പം ഒരാഴ്ചയും കൂടി നോക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടും വന്നില്ല. പിന്നെ അത് 2 ആഴ്ചയായി, 1 മാസമായി, അതുവരെയായിട്ടും പൈസ വന്നില്ല. അപ്പം ഞങ്ങൾക്ക് പേടിയായി. ചേച്ചി വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞങ്ങൾ ദിവികാരന് ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും 1 രൂപ പോലും നഷ്ടപ്പെടാതെ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് തന്നെ അത് വീണ്ടും ക്രെഡിറ്റായി. കൂടാതെ അതിൻ്റെ 1.5 മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് വന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ദിവികാരന് ഈശോയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അനുഗ്രഹം എനിക്ക് ദിവികാരന് ഈശോയ്ക്കും ജെറുസലേം അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാന ടച്ചനും ജെറുസലേം ടീം മെമ്പേഴ്സിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. യേശുവിൻ നന്ദി, യേശുവേ സ്തുതി.